നമസ്കാരം. ഭൂമിക്ക് പുറത്ത് പ്രപഞ്ചത്തിൽ ജീവനുണ്ടെന്ന സങ്കല്പമാണ് അന്യഗ്രഹ ജീവികൾ. ശാസ്ത്രജ്ഞർ നിരവധി ഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അന്യഗ്രഹ ജീവികളെ കണ്ടെത്തിയതിന് തെളിവുകളൊന്നുമില്ല. ബാക്ടീരിയ മുതൽ അതീവ ബുദ്ധിയുള്ള ജീവികൾ വരെ ഇതിൽ ഉൾപ്പെടാമെന്നാണ് പറയപ്പെടുന്നത്. അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള അന്വേഷണം ബഹിരാകാശ ഗവേഷണത്തിലെ പ്രധാന വിഷയമാണ്. സൗരയൂഥത്തിലെ ചൊവ്വ, ശുക്രൻ, ശനി, വ്യാഴം ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങൾ എന്നിവയിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള മനുഷ്യരുടെ ഒരു ആശങ്കയോ അല്ലെങ്കിൽ പ്രതീക്ഷയോ വർദ്ധിപ്പിക്കുന്നതാണ്. അന്യഗ്രഹ ജീവികൾ ബാക്ടീരിയ പോലുള്ള ലളിതമായ ജീവികളോ അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ വികസിതമായവയോ ആകാമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിശദീകരണം. യഥാർത്ഥ അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ ശാസ്ത്രീയ പഠനങ്ങൾ നടക്കുമ്പോൾ സിനിമകളിലും കഥകളിലുമൊക്കെ നാം എത്രയോ വട്ടം അന്യഗ്രഹ ജീവികളെ കുറിച്ച് കേട്ടിരിക്കുന്നു. സംഭവം പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതായി US മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ പറഞ്ഞതിനെ കുറിച്ചാണ്. അന്യഗ്രഹ ജീവികൾ യഥാർത്ഥത്തിൽ ഉണ്ടെന്നാണ് ഒബാമയുടെ വിശ്വാസം. പക്ഷെ അവ എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്നും പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ ഒബാമ പറയുന്നു. ഞാൻ അവരെ കണ്ടിട്ടില്ല. അവർ ഏരിയ 51 ഒളിച്ചിരിക്കുകയല്ല, അവിടെ ഭൂഗർഭ സൗകര്യവുമില്ല. അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് പോലും മറച്ചുവെക്കുന്ന തരത്തിലുള്ള വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകാമെന്നും ഒബാമ പറയുന്നുണ്ട്. നെവാഡയിൽ സ്ഥിതി ചെയ്യുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള US വ്യോമസേനാ താവളമാണ് ഏരിയ 51. അന്യഗ്രഹ ജീവികളെയോ അവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളെയോ സർക്കാർ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഒബാമ സംസാരിക്കുന്നത് ഇത് ആദ്യമായല്ല. 2021 മറ്റൊരു അഭിമുഖത്തിലും അദ്ദേഹം ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അന്യഗ്രഹ ജീവികളുടെ കാര്യത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടെന്നായിരുന്നു ഒബാമ പറഞ്ഞത്. ആകാശത്ത് കാണപ്പെടുന്ന ചില വസ്തുക്കൾ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവയുടെ അസാധാരണമായ പറക്കൽ രീതി വിശദീകരിക്കാൻ സാധിക്കാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി എന്താണ് ഏരിയ 51 എന്ന് നോക്കാം. അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ ലാസ് വേഗസിൽ നിന്ന് ഏകദേശം 120 മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നെവാഡയിൽ ഹെക്ടറുകളോളം പരന്നു കിടക്കുന്ന സ്ഥലത്താണ് ഏരിയ 51 പ്രവർത്തിക്കുന്നത്. നെവാഡയിലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേയിൽ 29 മുതൽ 30 മൈൽ മാർക്കുകൾക്കിടയിലാണ് ഏരിയ 51ലേക്കുള്ള മൺവഴിയുള്ളത്. സമീപത്തെ ഗ്രൂം തടാകത്തിലേക്കോ ചെറു വിമാനത്താവളത്തിലേക്കോ നയിക്കുന്ന വഴിയാണ് സിവിൽ ഏവിയേഷൻ ഭൂപടത്തിൽ പോലും ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വഴി യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് ഏരിയ 51 എന്ന ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്ന അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്കാണ്. പാരഡൈസ് റാഞ്ച്, വാട്ടർ ടൗൺ, ഡ്രീം ലാൻഡ് റിസോർട്ട്, റെഡ് സ്ക്വയർ, ദി ബോക്സ് ആൻഡ് ദി റാഞ്ച്, നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച്, ഡിറ്റാച്ച്മെന്റ് 3, എയർഫോഴ്സ് ഫ്ലൈറ്റ് ടെസ്റ്റ് സെന്റർ തുടങ്ങിയ നിരവധി പേരുകളിലും സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ബേസ് പ്രവർത്തിക്കുന്നത് ചെറിയ സ്ഥലത്താണെങ്കിലും ചുറ്റുമുള്ള 36,000 ഹെക്ടർ ചുറ്റുള്ള സ്ഥലത്തേക്ക് പോലും ആർക്കും പ്രവേശനമില്ല. ഏരിയ 51 ജോലി ചെയ്തിരുന്ന റോബർട്ട് ലാസർ എന്നയാൾ ലാസ് വേഗസിലെ ഒരു ന്യൂസ് സെന്ററിന് നൽകിയ അഭിമുഖമാണ് ആ പ്രദേശത്തിന് ഇത്രത്തോളം നിഗൂഢ പരിവേഷം നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. ഏരിയ 51 അന്യഗ്രഹ പേടകങ്ങൾ ഉണ്ടെന്നും അതിൽ ഗവേഷണം നടത്തിയ സൈന്യത്തിന് വേണ്ടി സമാനമായ സാങ്കേതികവിദ്യ പുനർനിർമ്മിക്കുകയാണ് തന്റെ ജോലി എന്നായിരുന്നു റോബർട്ട് ലാസർ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതോടെ ഏരിയ 51 മുകളിൽ ആകാശത്ത് രാത്രികാലങ്ങളിൽ വിചിത്രമായ വസ്തുക്കൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അവ പറക്കുംതളികളാണെന്നുമുള്ള പ്രചാരണങ്ങൾ സമീപവാസികൾക്കിടയിലും അമേരിക്കയിലും പിന്നാലെ ലോകത്തും ശക്തമായി. എന്നാൽ ലാസറിന്റെ അവകാശവാദങ്ങൾക്ക് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. അഭിമുഖത്തിൽ അവകാശപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ലാസറിന് ഉണ്ടായിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമായി. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടുണ്ട് എന്നായിരുന്നു ലാസർ പറഞ്ഞിരുന്നത്. ഏരിയ 51 കുറിച്ച് പലവിധ കഥകളും അഭ്യൂഹങ്ങളും ഉയർന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇടമുണ്ടെന്ന് പിന്നീട് ഒരു പ്രഖ്യാപനം നടത്തിയതല്ലാതെ US ഭരണകൂടം ഒരിക്കലും അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത.